വർഷം 1989. സൗദി രാജകൊട്ടാരത്തിൽ ഒരു മോഷണം നടന്നു. അതൊരു സാധാരണ മോഷണമായിരുന്നില്ല. കൊട്ടാരത്തിൽ നിന്ന് 167 കോടി രൂപ മൂല്യം വരുന്ന നിധിയാണ് മോഷ്ടിക്കപ്പെട്ടത്. രത്നങ്ങളും ആഭരണങ്ങളും അടങ്ങിയ ആ നിധിശേഖരത്തിന് ഏതാണ്ട് 91 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നു. അവയിൽ അപൂർവങ്ങളിൽ അപൂർവമായ സൗദി രാജകൊട്ടാരത്തിന്റെ അഹങ്കാരമായിരുന്ന നീലവജ്രവും ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന തായ് തൊഴിലാളിയാണ് മോഷണത്തിന് പിന്നിൽ എന്ന് മനസ്സിലാക്കിയ സൗദി രാജകുടുംബം ഉടൻ തന്നെ വിവരങ്ങൾ തായ്ലൻഡിനെ അറിയിക്കുന്നു. അറസ്റ്റും ആഭരണങ്ങൾ വീണ്ടെടുക്കലും ശിക്ഷയുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ അവയിലെല്ലാം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നടന്നത് 30 വർഷം നീണ്ടുനിന്ന തർക്കങ്ങളും കൊലപാതക പരമ്പരയുമായിരുന്നു. ആ വിവരങ്ങൾ അറിയപ്പെടുന്നത് ബ്ലൂ ഡയമണ്ട് അഫെയർ എന്ന പേരിലാണ്. വളരെ വിചിത്രവും ദുരൂഹതകൾ നിറഞ്ഞതുമായ ആ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. കാരണം ലോകത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചേക്കും. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. ഇസ്ലാമിക ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അറേബ്യൻ ഉപദ്വീപിൻ്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ. കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നാണ് ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം. ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയിൽ ഏതാണ്ട് 100% ജനങ്ങൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരമായ മക്കയും മദീനയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ സൗദി രാജകുടുംബത്തിന്റെ പേര് അൽ സൗദ് എന്നാണ്. 1938 എണ്ണ കണ്ടുപിടിക്കുന്നത് വരെ ലോകത്തിലെ ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സൗദി അറേബ്യ. എന്നാൽ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തിയതോടെ സൗദ് രാജകുടുംബം സാവധാനം ലോക നേതാക്കൾക്കൊപ്പം സ്ഥാനം പിടിച്ചു. അറേബ്യൻ പെനിൻസുലയുടെ 1/5 ഭാഗവും ഈ രാജ്യം ഉൾക്കൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് സൗദി അറേബ്യ. ആ രാജ്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 24ാം സ്ഥാനത്തുമാണ്. വേൾഡോമീറ്റർ കണക്കനുസരിച്ച് സൗദി അറേബ്യയുടെ ജനസംഖ്യ ഏതാണ്ട് 3.7 കോടിയുമാണ്. അങ്ങനെയുള്ള, അതായത് ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നായ സൗദി അറേബ്യ സാധാരണഗതിയിൽ മറ്റെല്ലാ രാജ്യങ്ങളുമായും നല്ല നയതന്ത്ര ബന്ധമാണ് പുലർത്തുന്നത്. എന്തെങ്കിലും ചില നയതന്ത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ തൊട്ട അയൽ രാജ്യങ്ങളുമായിട്ടാണ്. എന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് മാത്രമല്ല, അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് തന്നെ ഏറെ ദൂരെയുള്ള ഒരു കൊച്ചു രാജ്യമാണ് തായ്ലൻഡ്. ആ രാജ്യവുമായിട്ട് സൗദിക്കുണ്ടായ നയതന്ത്ര യുദ്ധത്തിന്റെ കഥ ഏറെ വിചിത്രവും ദുരൂഹവുമാണ്. നമുക്കറിയാം, തായ്ലൻഡിന്റെ ഔദ്യോഗിക നാമം കിങ്ഡം ഓഫ് തായ്ലൻഡ് എന്നാണ്. തെക്കുകിഴക്കൻ ഏഷ്യയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു രാജ്യം. സൗദിയും തായ്ലൻഡും തമ്മിൽ ഏതാണ്ട് 6000 കിലോമീറ്റർ ദൂരമുണ്ട്. തായ്ലൻഡ് ഒരു കാർഷിക രാജ്യമാണ്. തായ്ലൻഡിലെ ബഹുഭൂരിപക്ഷം ആളുകളും 2015 കണക്കൊക്കെ അനുസരിച്ച് 95% പേരും ബുദ്ധമതത്തിന്റെ തേരേവാദ പാരമ്പര്യം പിന്തുടരുന്നവരാണ്. ഏതാണ്ട് 4% പേർ മുസ്ലിങ്ങളും 1% ക്രിസ്ത്യാനികളുമാണ്. വേൾഡോമീറ്റർ കണക്കനുസരിച്ച് തായ്ലൻഡിന്റെ ജനസംഖ്യ ഏതാണ്ട് 7.17 കോടിയാണ്. അങ്ങനെ യാതൊരു താരതമ്യത്തിനും സാധ്യതയില്ലാത്ത, അയൽക്കാർ പോലുമല്ലാത്ത 2 രാജ്യങ്ങൾ തമ്മിൽ നടന്ന നയതന്ത്ര പോരാട്ടത്തിന്റെ കഥയാണ് ബ്ലൂ ഡയമണ്ട് അഫെയർ. 1989 മുതൽ 2022 വരെ ഈ വിഷയം അവരുടെ ബന്ധത്തിൽ കരിനിഴൽ വീഴ്ത്തി. എന്നാൽ എങ്ങനെ? അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിനു മുന്നേ പ്രവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായൊരു കാര്യം പറഞ്ഞ് വീഡിയോ തുടരാം. നമ്മൾ മരണപ്പെട്ടാലോ അപകടങ്ങൾ സംഭവിച്ചാലോ ഒക്കെ ലക്ഷങ്ങളും കോടികളും കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടുന്ന ഇൻഷുറൻസ് ഇല്ലേ, ടേം ഇൻഷുറൻസ്, അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉടൻ ഒന്ന് എടുത്തു വെക്കുന്നത് എന്താണെങ്കിലും നല്ലതായിരിക്കും. കാരണം ഇന്ത്യയിൽ ഏതാണ്ട് 30 മുതൽ 50% കുറഞ്ഞ പ്രീമിയത്തിന് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് കിട്ടും. കൂടാതെ 18% GST എക്സംഷനും ഉണ്ട്. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് മികച്ച പ്ലാൻ കണ്ടെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ വളരെ ലാഭകരമായിട്ട് സാമ്പത്തിക അച്ചടക്കവും സുരക്ഷയും നിങ്ങൾക്കും കൈവരിക്കാം. ഇന്ത്യയിലെ ടേം പ്ലാനുകളിൽ 99 വയസ്സ് വരെ കവർ ചെയ്യുന്നതും അധികം ചാർജ് മേടിക്കാതെ, പോളിസി ടേം കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച പണം അതുപോലെ തിരിച്ചു കിട്ടുന്നതും എല്ലാം ഉണ്ട്. 2-3 വർഷമൊക്കെ ഒന്നിച്ചടച്ചാൽ പിന്നെയും പ്രീമിയം കുറയും. എങ്കിലും റെഗുലർ ടേം പ്ലാൻ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. വെയ്വർ ഓഫ് പ്രീമിയം ഓൺ പെർമനന്റ് ഡിസബിലിറ്റി, എയർലി പേ ഔട്ട് ഓൺ ടെർമിനൽ ഇൽനെസ് ഒക്കെ നമുക്ക് ഈ പ്ലാന്റെ കൂടെ എല്ലാം ആഡ് ചെയ്യാം. ഞാൻ എന്തായാലും കൊടുത്തിട്ടുള്ളത് പോളിസി ബസാറിന്റെ ലിങ്കാണ്. പ്രവാസികളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്യൂ നിൽക്കാതെ ടെലിമെഡിക്കൽസ് വഴി വളരെ എളുപ്പത്തിൽ ധാരാളമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പരിപൂർണമായിട്ടും വിശ്വാസയോഗ്യവുമാണ്. എന്താണെങ്കിലും ലിങ്ക് കമന്റിലുണ്ട്. ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ. ആധുനിക സൗദിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട പേരാണ് ഫഹദ് രാജാവിൻ്റേത്. ഫഹദ് ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അദ്ദേഹം 1982 മുതൽ 2005 വരെ സൗദിയുടെ രാജാവായിരുന്നു. ഫഹദ് രാജാവിൻ്റെ മരണശേഷമാണ് അബ്ദുള്ള രാജാവ് അധികാരത്തിലേറുന്നത്. സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ 10ാമത്തെ മകനായിരുന്നു അബ്ദുള്ള രാജാവ്. 2015 അബ്ദുള്ള രാജാവ് മരിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അഥവാ
സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് അധികാരത്തിലേറുന്നത്. സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ 25ാമത്തെ മകനാണ് സൗദിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി. ഇവിടെ ഞാൻ വിവരിക്കുന്ന നയതന്ത്ര പോരാട്ടത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഫഹദ് രാജാവ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ്. ഈ ഫഹദ് രാജാവിന്റെ മൂത്ത മകനാണ് ഫൈസൽ ബിൻ ഫഹദ് അൽ സൗദ്. അദ്ദേഹം ദീർഘകാലം സൗദിയുടെ യൂത്ത് വെൽഫെയർ പ്രസിഡന്റ് അഥവാ യുവക്ഷേമ മന്ത്രിയൊക്കെയായിരുന്നു. 1989-ൽ സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ ഫഹദിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന തായ് തോട്ടക്കാരനും കാവൽക്കാരനുമായ ക്രയാങ് ക്രൈ ടെച്ചാമോങ് കൊട്ടാരത്തിലെ ഒരു കിടപ്പുമുറിയിൽ കയറി $20 മില്യൺ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ചു. പിന്നെയാണ് ദുരൂഹത ആരംഭിക്കുന്നത്. ഇവയിൽ വളരെ മൂല്യമേറിയ അപൂർവമായ നീല വജ്രവും ഉണ്ടായിരുന്നു. ഈ മോഷ്ടാവ് താമസിയാതെ സൗദി അറേബ്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാൾ വടക്കൻ തായ്ലൻഡിലെ ഒരു പ്രവിശ്യയായ ലാംപാങ്ങിൽ എത്തുകയാണ് ഉണ്ടായത്. മോഷ്ടിച്ച സാധനങ്ങൾ വിൽക്കാൻ അയാൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തു ചെയ്യും? മോഷ്ടിച്ച മുതലാണ് കിട്ടിയ കുറഞ്ഞ വിലയ്ക്ക് അദ്ദേഹത്തിന് വിൽക്കേണ്ടി വരുന്നു. ഒരു പ്രാദേശിക ജ്വല്ലറി ഉടമയായ ശാന്തി സീതാനഗൻ ക്രയാങ് ക്രൈയുടെ ശേഖരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും രത്നങ്ങളിൽ ഭൂരിഭാഗവും അവയുടെ മൂല്യത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്തു. ഈ സമയം സൗദി രാജകുടുംബം തങ്ങൾ കൊള്ളയടിക്കപ്പെട്ടതായി മനസ്സിലാക്കി. അവർ ക്രയാങ് ക്രൈയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തായ്ലൻഡ് അധികൃതരെ അറിയുകയാണ്. മോഷ്ടാവിനെ പിടികൂടാൻ തായ്ലൻഡ് ഉദ്യോഗസ്ഥർക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എങ്കിലും മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം മേൽപ്പറഞ്ഞ പ്രാദേശിക ജ്വല്ലറി ഉടമയ്ക്ക് വിറ്റ കാര്യം നമ്മൾ പറഞ്ഞതാണല്ലോ. പോലീസ് അന്വേഷണം തുടർന്നു. തായ് പോലീസിലെ ലഫ്റ്റനന്റ് ജനറലായിരുന്ന ചലോറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശാന്തി സീതാനഗനെ കണ്ടെത്തുകയും ആഭരണങ്ങൾ വീണ്ടെടുത്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും മുഴുവൻ ആഭരണങ്ങളും കിട്ടിയിരുന്നില്ല. നിയമം അതിൻ്റെ വഴിയെ തന്നെ നടന്നു. സൗദി കൊട്ടാരത്തിൽ നിന്നും ആഭരണങ്ങളും വജ്രവും ഒക്കെ മോഷ്ടിച്ച, പ്രത്യേകിച്ച് നീലവജ്രവും മോഷ്ടിച്ച ക്രയാങ് ക്രൈയെ 7 വർഷം തടവിന് തായ് കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പ്രതിയെ അറസ്റ്റ് ചെയ്തു, ആഭരണങ്ങൾ വീണ്ടെടുത്തതായി പ്രഖ്യാപിച്ചു. എന്നിട്ടും സൗദി അറേബ്യ അടങ്ങിയില്ല. അവർ അബ്ദുള്ള അൽ ബസ്രി, ഫഹദ് അൽബാനി, അഹമ്മദ് അൽ സയ്ദ് എന്നീ 3 നയതന്ത്രജ്ഞരെ അന്വേഷണത്തിനായിട്ട് ബാങ്കോക്കിലേക്ക് അയച്ചു. ഇതുകൂടാതെ രാജകുടുംബത്തിന് നല്ല വിശ്വാസമുണ്ടായിരുന്ന സ്വകാര്യ പൗരനും വ്യവസായിയുമായിരുന്ന മുഹമ്മദ് അൽ റുവൈലി എന്നയാളെ പിന്നാലെയും അയച്ചു. രാജ്യത്തെ നാണം കെടുത്തിയ മോഷണത്തിൻ്റെ യഥാർത്ഥ കാര്യവും കാരണവും കണ്ടെത്തുക എന്നത് തന്നെ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. എന്നാൽ തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലേക്ക് സൗദി അറേബ്യയുടെ പ്രൗഢിയോടെ പറന്നിറങ്ങിയ മൂവർ സംഘത്തെയും 4-ാമനെയും കാത്തിരുന്നത് കൊടിയ ദുരന്തങ്ങളായിരുന്നു. 1990 ഫെബ്രുവരി 1 സൗദി നയതന്ത്രജ്ഞരിൽ ഒരാളായ അബ്ദുള്ള അൽ ബസ്രി ബാങ്കോക്കിൽ കൊല്ലപ്പെട്ടു. 10 മിനിറ്റുകൾക്ക് ശേഷം മറ്റ് 2 സൗദി നയതന്ത്രജ്ഞരും ഇതേ നഗരത്തിൽ അജ്ഞാതരാൽ കൊല ചെയ്യപ്പെട്ടു. അധികം വൈകിയില്ല. സൗദി വ്യവസായിയായ മുഹമ്മദ് അൽ റുവൈൽ തായ്ലൻഡിൽ അപ്രത്യക്ഷനായി. അയാൾ കൊല്ലപ്പെട്ടതായി കരുതുന്നു, പക്ഷേ ശവശരീരം പോലും പിന്നീട് ആരും കണ്ടില്ല. 4 കൊലപാതകങ്ങളും അല്ലെങ്കിൽ 3 കൊലപാതകങ്ങളും ഒരു മാൻ മിസ്സിംഗും നടന്നിരിക്കുന്നു. തങ്ങളുടെ പൗരന്മാരുടെ കൊലപാതകങ്ങളിൽ തായ് പോലീസിന് പങ്കുണ്ട് എന്ന് സൗദി ഭരണകൂടം സംശയിച്ചു. അതിന് മറുപടിയായി സൗദി അറേബ്യ തായ്ലൻഡുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തുകയും കൊലപാതകവും മോഷണവും അന്വേഷിക്കാൻ ബാങ്കോക്കിൽ മുഹമ്മദ് സെയ്ദ് ഗോജ എന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്തു. മുഹമ്മദ് സെയ്ദ് ഗോജ അവിടെ ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. ആദ്യം സൗദി അയച്ചിരുന്ന 4 പേരുണ്ടല്ലോ, അവർ ആഭരണങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള സുപ്രധാനമായ പല വിവരങ്ങളും കണ്ടെത്തിയെന്നും ആ കണ്ടെത്തൽ പുറം ലോകം അറിയാതിരിക്കാൻ തായ് സർക്കാർ ഉദ്യോഗസ്ഥർ അവരെ കൊലപ്പെടുത്തിയെന്നുമുള്ള നിഗമനത്തിലാണ് ഗോജ എത്തിച്ചേർന്നത്. 4 കൊലപാതകങ്ങൾ നടന്ന് 1 മാസത്തിന് ശേഷം ബാക്കിയുള്ള ആഭരണങ്ങൾ പോലീസ് കണ്ടെത്തിയതായും ആഭരണങ്ങൾ ഫൈസൽ രാജകുമാരന് തിരികെ നൽകുന്നതിനായി ഒരു പ്രതിനിധി സംഘത്തോടൊപ്പം പോകുന്നതായും ലഫ്റ്റനന്റ് ജനറൽ ചലോർ പ്രഖ്യാപിച്ചു. ഒരു പൊതു ചടങ്ങിൽ വെച്ച് ചലോറും അദ്ദേഹത്തിന്റെ പോലീസ് സംഘവും കണ്ടെടുത്ത ആഭരണങ്ങളെല്ലാം സൗദി അറേബ്യയ്ക്ക് തിരികെ നൽകി. ഒത്തുതീർപ്പിന്റെ വലിയ ഷോയൊക്കെ കഴിഞ്ഞപ്പോൾ മടങ്ങിയെത്തിയ രക്തങ്ങൾ വ്യാജമാണെന്നും അവയെല്ലാം വെറും പകർപ്പുകളാണ് എന്നും നീലവജ്രം അപ്പോഴും കാണാനില്ല എന്നും സൗദി ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇത് സൗദി രാജകൊട്ടാരത്തിൽ ഞെട്ടൽ മാത്രമല്ല, കനത്ത നാണക്കേടും ഉണ്ടാക്കി. ശ്രദ്ധിക്കണം, ഒരു രാജ്യം തങ്ങൾ മറ്റൊരു രാജ്യത്തു നിന്നും കളവ് പോയ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഔദ്യോഗികമായി തിരിച്ചേൽപ്പിക്കുകയാണ്. അതെല്ലാം വ്യാജമാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ രാജ്യം തങ്ങളെ അപമാനിച്ചു എന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതേ കാര്യമാണ് സൗദി അറേബ്യയിലും സംഭവിക്കുന്നത്. ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ആൻഡ്രൂ മാർഷലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സൗദി രാജകൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചതിന് സമാനമായ ഡയമണ്ട് നെക്ലേസുകൾ ധരിച്ച തായ്ലൻഡ് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ ഫോട്ടോകളൊക്കെ പുറത്തു വന്നതായിട്ട് പ്രാദേശിക പത്രങ്ങളിൽ കിംവദന്തികൾ പ്രചരിച്ചിരുന്നു. ഈ വാർത്തകൾ സൗദിയിലെത്തിയതോടെ അവർ വല്ലാതെ കുപിതരായി എന്ന് അനുമാനിക്കണം.
സൗദി വീണ്ടും തായ്ലൻഡിന് മേൽ സമ്മർദ്ദം ചെലുത്തി. ഇതേ തുടർന്ന് തായ് പോലീസ് സേന ഈ മോഷണത്തെയും തുടർന്നുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കി. 1994 നമ്മുടെ മോഷ്ടാവായിരുന്ന ക്രിയാങ്ക് റൈയിൽ നിന്നും ഒറിജിനൽ രത്നങ്ങൾ വാങ്ങിയ ജ്വല്ലറിക്കാരനായ ശാന്തി സീതനകൻ എന്ന ജ്വല്ലറി ഉടമയെ ചലോറിൻ്റെ ഉത്തരവനുസരിച്ച് പോലീസുകാർ തട്ടിക്കൊണ്ടുപോയി. അയാൾ കടുത്ത പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു. അധികം താമസിയാതെ ബാങ്കോക്കിന് പുറത്തുള്ള ഒരു ഹൈവേയിൽ തകർന്ന വാഹനത്തിൽ ജ്വല്ലറി ഉടമയുടെ ഭാര്യയുടെയും 14 വയസ്സുള്ള മകൻ്റെയും മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തി. തായ് പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ മരണങ്ങൾ വാഹനാപകടം മൂലമാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ ഇരകൾ തലയ്ക്കടിയേറ്റ് മരണപ്പെട്ടതാണ് എന്ന് തെളിയിച്ചു. ജ്വല്ലറി ഉടമയുടെ ഭാര്യയെയും മകനെയും കൊല്ലാൻ ഉത്തരവിട്ട കുറ്റം ചുമത്തി ഏതാനും മാസങ്ങൾക്ക് ശേഷം ചലോറിനെ തായ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ലഫ്റ്റനന്റ് ജനറലായിരുന്ന ചലോറിനെ തായ്ലൻഡിലെ സുപ്രീം കോടതി വധശിക്ഷയ്ക്കാണ് വിധിക്കുന്നത്. കോടതി അദ്ദേഹത്തിൻ്റെ തടവ് ശിക്ഷയും വധശിക്ഷയും ശരിവെച്ചുവെങ്കിലും മോഷണം, സൗദികളുടെ കൊലപാതകം എന്നീ കുറ്റങ്ങളിൽ ചലോർ നിരപരാധിയാണ് എന്നാണ് വിധി വന്നത്. ചലോറിന് ക്രിമിനൽ ശിക്ഷ ലഭിച്ചിട്ടും തായ് സൗദി ബന്ധം വഷളായി തന്നെ തുടർന്നു. കാരണം നീലവജ്രം അപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. 2000 ഈ മോഷണത്തെയും തുടർന്നുള്ള കൊലപാതകങ്ങളെയും സംബന്ധിച്ച അന്വേഷണം തായ് പ്രത്യേക അന്വേഷണ വകുപ്പായ DSIയുടെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചു. 2010 ജനുവരിയിൽ അറ്റോർണി ജനറലിൻ്റെ ഓഫീസ് സൗദി വ്യവസായിയായ റുവൈലിനെ കൊലപ്പെടുത്തിയ കേസിൽ തായ്ലൻഡ് റീജിയൻ 5 പോലീസ് മേധാവിയായ സോംകിത് ബൂന്തനോം എന്ന മുതിർന്ന പോലീസുകാരനെയും മറ്റ് 4 പോലീസുകാരെയും പ്രതി ചേർത്തു. ഈ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ 2010 സെപ്റ്റംബറിൽ സോംകിത് ബൂന്തനോമിന് അസിസ്റ്റന്റ് നാഷണൽ പോലീസ് മേധാവിയായി സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. ലഫ്റ്റനന്റ് ജനറൽ സോംകിത് പിന്നീട് പ്രൊമോഷൻ സ്വീകരിക്കാൻ വിസമ്മതിച്ചു എങ്കിലും കുറ്റാരോപിതനായ വ്യക്തിക്ക് സ്ഥാനക്കയറ്റം നൽകിയത് സൗദി സർക്കാരിന് തായ് സർക്കാരിന് മേൽ കനത്ത അവിശ്വാസവും നിരാശയുണ്ടാക്കി. 2014 മാർച്ച് കാണാതായ സൗദി വ്യവസായിയെ കൊലപ്പെടുത്തി എന്ന പേരിൽ 5 പോലീസുകാർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം തന്നെ തായ് ക്രിമിനൽ കോടതി തള്ളിക്കളയാണ്. കേസ് പരിഗണിക്കാൻ മതിയായ തെളിവുകളില്ല എന്ന് കോടതി അന്ന് പറയുന്നു. ശരിക്കും ഈ കേസുകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം അന്വേഷിച്ചവരിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നത് തായ് പോലീസിന് ഈ സൗദി ഉദ്യോഗസ്ഥരെ കൊന്നതിൽ വലിയ പങ്കൊന്നുമില്ല, പകരം അവർ ഇറാനോ ഹിസ്ബുള്ളയോ കൊലപ്പെടുത്തിയതാവാനാണ് സാധ്യത എന്നതാണ്. നമുക്കറിയുന്നത് പോലെ ഇവർ സൗദിയുടെ എതിരാളികളാണല്ലോ. അതുമാത്രമല്ല, അവർക്ക് ബാങ്കോക്കിൽ എത്തിച്ചേരാൻ എളുപ്പമായിരുന്നു. എന്നാൽ അതിനും തെളിവൊന്നുമില്ല. ആധുനിക തായ് രാഷ്ട്രീയത്തിലെ മുൻനിര വിദഗ്ധരിലൊരാളായ ആൻഡ്രൂ മാഗ്രെഗർ പറയുന്നതനുസരിച്ച് തായ് പോലീസ് സൗദി വ്യവസായിയായ റുവൈലിനെ തട്ടിക്കൊണ്ടുപോയി ക്ലോങ് ടാനിലെ ചിംഫ്ലി ഹോട്ടലിലെ ഒരു മുറിയിൽ കസേരയിൽ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നും തുടർന്ന് ബാങ്കോക്കിനും പട്ടായയ്ക്കും ഇടയിലുള്ള ചോംപുരി പ്രവിശ്യയിലെ സിറാച്ച ജില്ലയിലെ സുരസക് ഉപജില്ലയിലെ ഒരു തോട്ടത്തിൽ ഓയിൽ ഡ്രമ്മിൽ മൃതദേഹം ദഹിപ്പിച്ചു എന്നുമാണ്. വ്യവസായിയുടെ ഒരു മോതിരം മാത്രമാണ് അവശേഷിച്ചത് എന്നും അതുകൊണ്ടാണ് മൃതദേഹം കിട്ടാതിരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ മോഷണങ്ങളും കൊലപാതകങ്ങളും പരിഹരിക്കപ്പെടാതിരുന്നതിനെ തുടർന്ന് സൗദി അറേബ്യ തായ്ലൻഡുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തി. തൽഫലമായി തായ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് സൗദി അറേബ്യ നിരോധിച്ചു. സൗദി പൗരന്മാരെ തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുന്നതും വിലക്കാണ്. സൗദി ദേശീയ വിമാന കമ്പനിയുടെ ബാങ്കോക്കിലേക്കുള്ള എല്ലാ വിമാനങ്ങളും നിർത്തി. തായ് ജീവനക്കാരെ മാറ്റി മറ്റ് തൊഴിലാളികളെ നിയമിക്കാൻ ബിസിനസ്സുകാരോട് ഉത്തരവും ഇട്ടു. ഈ നിയന്ത്രണങ്ങൾ മൂലം സൗദി അറേബ്യയിലെ തായ് തൊഴിലാളികളുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവ് വന്നു. തായ് തൊഴിലാളികളുടെ എണ്ണം 1989 2 ലക്ഷമായിരുന്നത് 2011 ആയപ്പോഴേക്കും 10,000 കുറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദുർബലമായ നയതന്ത്ര ബന്ധം കാരണം തായ്ലൻഡിൻ്റെ എയർലൈൻ വ്യവസായം തകർന്നു. 2009 സെപ്റ്റംബറിൽ തായ് എയർവേസ് ബാങ്കോക്കിനും ജിദ്ദയ്ക്കും ഇടയിലുള്ള നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നിരുന്നാലും എയർലൈനിൻ്റെ ആ ശ്രമങ്ങളും വൃഥാവിലാവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും മക്കയിലേക്കുള്ള ഹജ്ജ് തീർത്ഥാടകർക്കായി ചാർട്ടേഡ് അടിസ്ഥാനത്തിൽ പരിമിതമായ എണ്ണം വിമാനങ്ങൾ പറപ്പിക്കാൻ തായ് എയർവേസിനെ സൗദി അറേബ്യ അനുവദിക്കുന്നുണ്ടായിരുന്നു. നയതന്ത്ര പ്രതിസന്ധി നിലനിൽക്കുന്നത് പരിഗണിക്കാതെ തായ് സർക്കാർ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാലും സൗദി വഴങ്ങിയില്ല. 2010 ജൂലൈയിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ട കേസിലും സൗദി നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ കേസിലും പരിഹാരം കണ്ടെത്താൻ തായ്ലൻഡ് പരാജയപ്പെട്ടതിന് സൗദി അറേബ്യൻ രാജാവ് അബ്ദുള്ളയോട് ക്ഷമ ചോദിക്കാൻ ലേബർ ഹൗസ് കമ്മിറ്റിയും 13 തൊഴിലാളി സംഘടനകളും ഒപ്പിട്ട ഔപചാരിക മാപ്പപേക്ഷ സൗദി രാജാവിന് സമർപ്പിച്ചു. പക്ഷേ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായില്ല. ഈ മോഷണം നടത്തിയ ക്രിയാങ്ക് റൈ ടെച്ചോമോങ് 2016 മാർച്ചിൽ ഒരു ബുദ്ധ സന്യാസിയായി മാറി. അയാൾ വജ്രം പോലെ ശക്തമായ ജ്ഞാനമുള്ളവൻ എന്നർത്ഥം വരുന്ന വാച്ചറ യാനോ എന്ന സന്യാസ നാമമാണ് സ്വീകരിച്ചത്. ക്രിയാങ്ക് റൈ ആശ്രമത്തിൽ 3 വർഷം മാത്രമാണ് താമസിച്ചത്. അവിടെ നിന്നും പുറത്തു വന്ന അയാൾ ജീവിക്കാൻ കിട്ടുന്ന എന്ത് ജോലിയും ചെയ്തിരുന്നു.
ക്രിയാങ്ക്രൈ ആശ്രമത്തിൽ സന്യസിക്കാൻ പോയ ഏതാണ്ട് അതേ സമയത്ത് തന്നെ മറ്റൊരാൾ കൂടെ അങ്ങോട്ട് സന്യസിക്കാൻ പോയിരുന്നു, ലഫ്റ്റനന്റ് ജനറൽ ചലോർ. അപ്പോൾ നമുക്ക് തോന്നും ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണല്ലോ. എന്നാൽ ഇയാളുടെ വധശിക്ഷ പിന്നീട് ഇളവ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രസിഡന്റിന്റെ മാപ്പപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വധശിക്ഷയിൽ ഇളവ് കിട്ടാനുള്ള യോഗ്യത ഇന്ത്യയിൽ ഉള്ളതുപോലെ അവിടെ രാജാവിന് വധശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ വധശിക്ഷ ഇളവ് ചെയ്ത് ഇദ്ദേഹം ജയിൽ മോചിതനാവുന്നുണ്ട്. അതിനുശേഷം സന്യസിക്കാനാണ് പോകുന്നത്. എന്നാൽ ക്രിയാങ്ക്രൈയെ പോലെ തന്നെ കുറച്ചു കാലമൊക്കെ സന്യസിച്ചുവെങ്കിലും പിന്നീട് ആശ്രമത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. ആശ്രമത്തിലായിരിക്കുമ്പോൾ ധാരാളം ആളുകൾ ക്രിയാങ്ക്രൈയെ അന്വേഷിച്ച് അവിടെ എത്തുകയും നീലവജ്രം എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ബ്ലൂ ഡയമണ്ട് അഥവാ നീലവജ്രം എവിടെയാണ് എന്ന് അവർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, മറ്റാർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും പുതിയ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എത്തിയതോടെ സൗദിയുടെ മുഖവും രൂപവും മാറി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സൗദി അറേബ്യയിൽ എന്നല്ല അറബ് ലോകത്ത് തന്നെ ഒരു വിപ്ലവമാണ് നടപ്പാക്കുന്നത്. ആ മാറ്റങ്ങളുടെ തിരിയിളക്കം ബ്ലൂ ഡയമണ്ട് അഫയറിനെയും സ്പർശിച്ചു. 2022 ജനുവരിയിലെ തന്റെ സൗദി സന്ദർശന വേളയിൽ തായ് പ്രധാനമന്ത്രി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തുകയും 1989-നും 90-നും ഇടയിൽ തായ്ലൻഡിൽ നടന്ന ദാരുണ സംഭവങ്ങളിൽ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഫെബ്രുവരിയിൽ സൗദി തായ്ലൻഡിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം പുനരാരംഭിക്കുകയാണ്. 2022 നവംബർ മാസത്തിൽ സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ ബാങ്കോക്കിലെത്തി. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കായിട്ടാണ് MBS തായ്ലൻഡിലെത്തിയത്. അതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്ന നയതന്ത്ര വിടവിന് ഒരു വിരാമമായി. കാര്യങ്ങൾ എന്താണെങ്കിലും ഏതാണ്ട് 30 വർഷത്തോളം നീണ്ടുനിന്ന നയതന്ത്ര പ്രതിസന്ധി 2022 മാത്രമാണ് അവസാനിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ അപ്പോഴും നീലവജ്രങ്ങൾ എവിടെയാണ് എന്നോ സൗദി അറേബ്യൻ പൗരന്മാരായ 4 പേർ എങ്ങനെ ബാങ്കോക്കിൽ കൊല ചെയ്യപ്പെട്ടു എന്നോ ഇതുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശരിക്കും എന്തായിരിക്കും ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ? സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടും 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന നയതന്ത്ര പ്രതിസന്ധി ആയതുകൊണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ പുറം ലോകത്തിന് ഇപ്പോഴും ലഭ്യമായിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കാണാമറിയാത്താണ്. എങ്കിലും ധാരാളം ഇൻ്റർനാഷണൽ ആർട്ടിക്കിളുകളും റിസർച്ച് പേപ്പറുകളും ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതാണ്. അതെല്ലാം റെഫർ ചെയ്തിട്ടാണ് ഈ വലിയ വിഷയം വളരെ ചുരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അനുമാനിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എന്താണെങ്കിലും കുടുംബത്തിൻ്റെയും നമ്മളുടെയും സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് കമ്പനിയുടെ ടേം ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത് എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് അതിലേതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലുണ്ട്. ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ട. പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയവും കൂടുന്നതാണ്. പറ്റുന്നവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.